Hi all, welcome to once. എല്ലാവർക്കും KT ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 3 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 4ലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2019 സ്കീമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2022 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്ട് കോഡ് വരുന്നത് MET 203 ആണ്. ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് KT പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൊഡ്യൂൾ 4ന്റെ സിലബസ് നോക്കാം. മൊഡ്യൂൾ 4ന്റെ സിലബസിൽ വരുന്ന ടോപ്പിക്സ് പൈപ്പ് ഫ്ലോ, ദെൻ വിസ്കസ് ഫ്ലോ, റെയ്നോൾഡ്സ് എക്സ്പെരിമെന്റ് ടു ക്ലാസിഫൈ ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോസ്, ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ ആണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ്. ദെൻ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ, ദെൻ shear stress and velocity distribution in a pipe, then law of fluid friction, then head loss due to friction, then Hagen-Poiseuille's equation. The next topic വരുന്നത് turbulent flow. Turbulent flow ന്റെ ഉള്ളിലാണ് Darcy's Weisbach equation, then Chassis equation, Moody's chart, then major and minor energy losses, hydraulic gradient, then total energy line, then flow through long pipes, pipes in series and pipes in parallel, then equivalent pipe, then siphon. Next വരുന്നത് transmission of power through pipes, then efficiency of transmission, water hammer and cavitation. ഓക്കെ, അപ്പോൾ ഇതാണ് മൊഡ്യൂൾ 4ന്റെ സിലബസിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യം തന്നെ പാർട്ട് എയും പാർട്ട് ബിയും ആണുള്ളത്. പാർട്ട് എയിൽ 6 മാർക്സിനുള്ള 2 ക്വസ്റ്റ്യൻ ആയിരിക്കും മൊഡ്യൂൾ 4ൽ നിന്ന് വരാം. പാർട്ട് ബിയിൽ വരുന്നത് 40 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ ആണ്. സോ ഓർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് വീന കോൺട്രാക്ടർ. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് വീന കോൺട്രാക്ടർ എന്താണ് ഫിഗർ വരച്ച് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ദെൻ വാട്ട് ഈസ് കാവിറ്റേഷൻ ആൻഡ് വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ഫ്ലൂയിഡ് ഫ്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് കാവിറ്റേഷൻ എഴുതുന്നതിന് 1.5 മാർക്സും ദെൻ വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ഫ്ലൂയിഡ് ഫ്ലോ എഴുതുന്നതിന് 1.5 മാർക്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് വീന കോൺട്രാക്ടർ. ഓക്കെ, ഇപ്പോൾ വീന കോൺട്രാക്ടർ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളൊരു ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള ഒരു പൈപ്പിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് ഫ്ലോ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോം ചെയ്യുന്ന ആ ഒരു സെക്ഷനെയാണ് നമ്മൾ വീന കോൺട്രാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെയുള്ള ഈ ഒരു ഏരിയ അല്ല ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ മിനിമൈസ് ആയിട്ടുണ്ട്. ദെൻ അവിടെ വെലോസിറ്റി ഏരിയ കുറയും, അതായത് Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഏരിയ കുറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ വെലോസിറ്റി കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ 0 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലായിരിക്കും വെലോസിറ്റി കൂടുതൽ. അവിടെ ഏരിയ കുറവാണ്. വീന കോൺട്രാക്ടർ ഫോം ചെയ്യുമ്പോൾ അവിടുത്തെ ഏരിയ കുറയുന്നുണ്ട്. സോ വീന കോൺട്രാക്ടർ ഫോം ചെയ്യുമ്പോൾ അവിടുത്തെ വെലോസിറ്റി കൂടും, പ്രഷർ അവിടെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ when a fluid passes through a narrow opening or experiences sudden contraction. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സഡൻ കോൺട്രാക്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്ര ഡൈ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള ഒരു പൈപ്പാണ്. സോ പെട്ടെന്ന് അതിൻ്റെ ഡയ കുറഞ്ഞു, അപ്പോൾ കോൺട്രാക്ഷൻ ആണ്. ഓക്കെ, when a fluid passes through a narrow opening or experiences a sudden contraction. Okay, the flow lines of the fluid converge just after the diameter change. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയാമീറ്റർ ചേഞ്ച് കഴിഞ്ഞിട്ട്, ഇവിടെയാണ് ഡയാമീറ്റർ ചേഞ്ച് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫ്ലൂയിഡ് കോൺട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആഫ്റ്റർ ദി ഡയാമീറ്റർ ചേഞ്ച് ലീഡിങ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വീന കോൺട്രാക്ടർ. ഫ്ലോ ലൈൻസ് കൺവേർജ് ചെയ്യാണ്. ഫ്ലോ ലൈൻസ്, ഇതാണ് ഫ്ലോ ലൈൻസ്, അത് കൺവേർജ് ചെയ്യാണ് ജസ്റ്റ് ആഫ്റ്റർ ദി കോൺട്രാക്ഷൻ. ഈ ഒരു കോൺട്രാക്ഷൻ കഴിഞ്ഞ് തൊട്ടപ്പം തന്നെ ആ ഒരു ഫ്ലോ ലൈൻസ് കൺവേർജ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ കൺവേർജ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് വീന കോൺട്രാക്ടർ. Okay, at this point the cross sectional area of the fluid stream is minimized. ഓക്കെ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഈ ഒരു സെക്ഷനിൽ വരുന്ന ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ വരുന്ന ഈ ഒരു ഏരിയ അല്ല ഇവിടെ വരുന്ന ഏരിയ. ഓക്കെ, ഇത് മാക്സിമം അതായത് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഇത്രയായിരുന്നു ഇവിടെ വരുന്ന ഏരിയ. ദെൻ വീന കോൺട്രാക്ടർ കഴിഞ്ഞിട്ട് വരുന്ന ഏരിയ ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏരിയ മിനിമം ആയിട്ടുണ്ട്.
Okay, at this point, the cross-sectional area of the fluid stream is minimized while the fluid velocity reaches its maximum. നമ്മൾ പറഞ്ഞു ഏരിയ കുറവാണെങ്കിൽ വെലോസിറ്റി കൂടും. ഓക്കെ, നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അറിയാം. Q is equal to area and velocity ആണ്. സോ ഏരിയ കുറയാണെങ്കിൽ വെലോസിറ്റി കൂടും. ഓക്കെ, in some cases such as the flow from a tank into a pipe. ഫ്ലോ ഫ്രം എ ടാങ്ക് ഇൻ ടു എ പൈപ്പ്, ഒരു ടാങ്കിൽ നിന്ന് ഒരു പൈപ്പിലേക്ക് ഫ്ലോ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ബെൻഡ് ഇൻ എ റിവർ, ഫ്ലോ സെപ്പറേഷൻ മേ ഒക്യൂർ അറ്റ് ദി വീന കോൺട്രാക്റ്റ ഓർ സ്ലൈറ്റ്ലി അപ്സ്ട്രീം ഓഫ് ഇറ്റ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ കണ്ടു ഈ ഒരു ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള ഈ ഒരു പൈപ്പിന്റെ ഈ ഒരു സെക്ഷൻ ഡയാമീറ്റർ ചേഞ്ച് കഴിഞ്ഞിട്ടാണ് വീന കോൺട്രാക്റ്റ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റഡ് ഫ്ലോ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ടർബുലൻസ് ഫോം ചെയ്യുന്നത് എൻഡ് കോൺട്രാക്ഷൻ, അതായത് ഈ ഒരു പൈപ്പിന്റെ ഡയാമീറ്റർ ചേഞ്ച് നടക്കുന്ന ഈ ഒരു സെക്ഷന് മുന്നുണ്ട്, ഇതിന് മുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നും അത് കഴിഞ്ഞിട്ടും ടർബുലൻസ് അല്ലെങ്കിൽ ആ ഒരു സെപ്പറേറ്റഡ് ഫ്ലോ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇൻ സം കേസ്, എല്ലാത്തിലും അല്ല, ചില കേസസിൽ മാത്രം വീന കോൺട്രാക്റ്റർ മേ ഒക്യൂർ അറ്റ് ദി flow separation may be occur at the vena contracta or slightly upstream of it. അതിന് തൊട്ട് മുന്നോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീന കോൺട്രാക്റ്റിൽ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്ലോ സെപ്പറേഷൻ റെഫേഴ്സ് ടു ദി ഡിറ്റാച്ച്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദി സർഫസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫ്ലോ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ഫ്ലൂയിഡിന്റെ ഫ്ലോയിൽ നിന്ന് ആ ഒരു സെപ്പറേറ്റഡ് ഫ്ലോ, ചെറിയൊരു പോർഷൻ മാത്രം സെപ്പറേറ്റഡ് ആയേക്കാണ്. ഓക്കെ, ഇപ്പോൾ ഫ്ലോ സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഫ്രം ദി സർഫസ് റിസൾട്ടിങ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എഡീസ് ആൻഡ് ടർബുലന്റ് ഇൻ ഫ്ലോ. ഇതിൽ കാണാം, ഈ ഒരു ഫിഗറിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ടർബുലൻസ് സോൺ ആണ്, ഈ ഒരു പോർഷനിൽ ടർബുലൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷാർപ്പ് എഡ്ജ്ഡ് ഇൻലെറ്റ് കോസസ് ഹാഫ് ഓഫ് ദി വെലോസിറ്റി ഹെഡ് ടു ബി ലോസ്റ്റ് ആസ് ദി ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ദി പൈപ്പ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ഒരു സെക്ഷനിൽ ഷാർപ്പ് എഡ്ജ് വരുമ്പോൾ അവിടുത്തെ ഒരു പകുതി പോർഷൻ വെലോസിറ്റി അങ്ങനെയാണ് ഡിക്രീസ് ആവുന്നത്. ആ ഒരു സഡൻ ആയിട്ടുള്ള ആ ഒരു ഡയാമീറ്റർ ചേഞ്ച് വരുമ്പോഴാണ് ആ ഒരു വെലോസിറ്റി ഹാഫായിട്ട് മാറുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദി ഫ്ലൂയിഡ് കനോട്ട് മേക്ക് ദി ഷാർപ്പ് 90 ഡിഗ്രി ടേൺസ് ഈസിലി. ഷാർപ്പ് എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലൂയിഡിന് ഇവിടെ പെട്ടെന്ന് ഈ ഒരു എഡ്ജ് മേക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു 90 ഡിഗ്രി ബെൻഡ് വരുമ്പോൾ ഫ്ലൂയിഡ് അവിടെ ഒരു സെപ്പറേറ്റഡ് ഫ്ലോ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു വീന കോൺട്രാക്റ്റ അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഇപ്പം ഇതിൽ ഒരു കോൺസ്റ്റന്റ് ടേം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പ് എഡ്ജ് ഇൻലെറ്റിൽ KL വാല്യൂ വരുന്നത് 0.50 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിലാണ് വീന കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്. ദെൻ വെൽ റൗണ്ടഡ് ഇൻലെറ്റിൽ എന്ന് പറയുമ്പോൾ KL വാല്യൂ വരുന്നത് 0.03 ആണ്. ഓക്കെ, അപ്പോൾ ദെൻ അതിൽ വെൽ റൗണ്ടഡ് ഇൻലെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ വീന കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫ്ലോ സെപ്പറേഷൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല, ആ ഫ്ലോ ലൈൻസിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല, അത് ആ ഒരു ഫ്ലോ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, the flow separations at corners and the flow is constricted into the vena contracta region formed in the midsection of the pipe. Therefore, sharp edged inlet act like a flow constriction. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഫ്ലോ കൺസ്ട്രിക്ഷൻ ആണ് വരുന്നത്. ഈ ഒരു വീന കോൺട്രാക്റ്റ ഷാർപ്പ് എഡ്ജ്ഡ് ഇൻലെറ്റ് ഫ്ലോ കൺസ്ട്രിക്ഷൻ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. The velocity increases at the vena contracta region and the pressure decreases because of the reduced effective area. നമ്മൾ പറഞ്ഞു അവിടുത്തെ വീന കോൺട്രാക്റ്റയിൽ ഏരിയ മിനിമം ആയിരിക്കും. ഏരിയ മിനിമം എന്ന് പറയുമ്പോൾ അവിടുത്തെ വെലോസിറ്റി മാക്സിമം ആണ്. ദെൻ അവിടുത്തെ പ്രഷർ മിനിമം ആയിരിക്കും. ഓക്കെ, ദെൻ ഡിക്രീസസ് ആസ് ദി ഫ്ലോ ഫിൽസ് ദി എൻറ്റയർ ക്രോസ് സെക്ഷൻ. അതായത് ആ ഒരു ഫ്ലോ ഏരിയ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ പിന്നെയും ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ മിനിമം ഏരിയ വരുന്നതുകൊണ്ടാണ് മാക്സിമം ആയിട്ട് വെലോസിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്യാണ്. ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്ന് പറയുമ്പോൾ ഏരിയ മിനിമം ആണ്, സോ വെലോസിറ്റി മാക്സിമം ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയ കൂടി, സോ ഏരിയ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടുത്തെ വെലോസിറ്റി കുറഞ്ഞു. ഓക്കെ, അപ്പോൾ വീന കോൺട്രാക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. Okay, then decreases as the flow fills the entire cross section of the pipe. There would be negligible loss if the pressure were increased in accordance with the Bernoulli's equation.
ഓക്കെ, അപ്പോൾ വീന കോൺട്രാക്റ്റ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഷാർപ്പ് എഡ്ജ്ഡ് ഇൻലെറ്റിൽ അല്ലെങ്കിൽ സഡൻ ആയിട്ടൊരു കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഫോം ചെയ്യുന്നതാണ് വീന കോൺട്രാക്റ്റ. അവിടെ മിനിമം ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ മാക്സിമം വെലോസിറ്റി ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് വാട്ട് ഈസ് കാവിറ്റേഷൻ ആൻഡ് വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ഫ്ലൂയിഡ് ഫ്ലോ. ഓക്കെ, അപ്പോൾ കാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറാണ് നമ്മൾ മെയിൻ ആയിട്ട് വരയ്ക്കേണ്ടത്. സ്റ്റാറ്റിക് പ്രഷർ വേപ്പർ പ്രഷറിനെ മീറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ വേപ്പർ ഫോർമേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ബബിൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ഇൻ എനി ഫ്ലോ സിസ്റ്റം ദി പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ ദ ലിക്വിഡ് അപ്രോച്ചസ് ദി വേപ്പർ പ്രഷർ, വേപ്പറൈസേഷൻ ഓഫ് ദി ലിക്വിഡ് സ്റ്റാർട്ട്സ്. വേപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ഗ്യാഷ്യസ് ഫോമിലേക്ക് അത് മാറി. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ ഈ ഡോട്ടഡ് ലൈൻസ് കാണിച്ചിരിക്കുന്നതാണ് വേപ്പർ പ്രഷർ. അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ വേപ്പർ പ്രഷറിനെ മീറ്റ് ചെയ്യുമ്പോഴാണ് ബബിൾ ഫോർമേഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വേപ്പർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദ വേപ്പർ ബബിൾസ് കോൾഡ് കാവിറ്റേഷൻ ബബിൾസ് സിൻസ് ദേ ഫോം കാവിറ്റീസ്. നമ്മൾ ആ വേപ്പർ ബബിൾസിനെ കാവിറ്റീസ് എന്നാണ് പറയുന്നത്. Okay, they collapse as they are swept away from the low pressure regions into the high pressure region. ഓക്കെ, അപ്പോൾ ഇവിടെ ലോ പ്രഷർ റീജിയൻ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് അത് ഹൈ പ്രഷർ റീജിയനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബബിളിന് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബബിളിന് ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബബിൾ കൊളാപ്സ് ആവും. ഓക്കെ, അപ്പോൾ അത് ബബിൾ കൊളാപ്സ് ആവുമ്പോൾ ഈ ഇതിൻ്റെ സർഫസിൽ അതൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോഴ്സ് കാരണമാണ് അവിടെ കാവിറ്റേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ദ പ്രഷർ ഡെവലപ്ഡ് ബൈ ദി കൊളാപ്സിംഗ് ബബിൾസ് ഈസ് സോ ഹൈ ദാറ്റ് ദി മെറ്റീരിയൽ ഫ്രം ദി അഡ്ജോയിനിങ് ബൗണ്ടറീസ് ഗെറ്റ് ഇറോഡഡ് ആൻഡ് കാവിറ്റീസ് ആർ ഫോംഡ് ഓൺ ദം. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് കാവിറ്റേഷൻ. ഓക്കെ, അപ്പം ആ ഒരു ബബിൾ ഇവിടെ ഫോം ചെയ്തു. സ്റ്റാറ്റിക് പ്രഷർ വേപ്പർ പ്രഷറിനെ മീറ്റ് ചെയ്യുമ്പോഴാണ് ബബിൾ ഫോർമേഷൻ ഉണ്ടാവുന്നത്. ആ ബബിൾ ഫോം ചെയ്യുന്നത് ലോ പ്രഷർ ഏരിയയിലാണ് ബബിൾ ഫോം ചെയ്തത്. ദെൻ അത് മൂവ് ചെയ്യുമ്പോൾ ഹൈ പ്രഷർ ഏരിയയ്ക്ക് അത് മൂവ് ചെയ്യുമ്പോൾ ബബിൾ ഗ്രോ ചെയ്യുന്നുണ്ട്. ദെൻ അത് ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ അത് കൊളാപ്സ് ആവും. അത് കൊളാപ്സ് ആവുമ്പോൾ സർഫസിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോഴ്സ് കാരണം പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഫോഴ്സ് കാരണം അഡ്ജോയിനിങ് ബൗണ്ടറീസ് ഇറോഡഡ് ആവും, കാവിറ്റീസ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിനോമിനയാണ് കാവിറ്റേഷൻ. ഓക്കെ, കാവിറ്റേഷൻ മസ്റ്റ് ബി അവോയ്ഡഡ്, അല്ലെങ്കിൽ അത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും ഇൻ മോസ്റ്റ് ഫ്ലോ സിസ്റ്റംസ് സിൻസ് ഇറ്റ് റെഡ്യൂസസ് ദി പെർഫോമൻസ് ജനറേറ്റ്സ് ആനോയ്. അതായത് ഈ ഒരു കാവിറ്റേഷൻ നമ്മളത് റിമൂവ് ചെയ്യണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. അനോയിങ് വൈബ്രേഷൻസ് ഉണ്ടാവും, നോയ്സസ് ഉണ്ടാവും, എക്യുപ്മെന്റ് അത് ഡാമേജ് ചെയ്യും. ഓക്കെ, സം ഫ്ലോ സിസ്റ്റംസ് യൂസ് കാവിറ്റേഷൻ. അതായത് കാവിറ്റേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സൂപ്പർ കാവിറ്റേറ്റിംഗ് ടോർപേഡോസ്. അതാണ് കാവിറ്റേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രഷർ സ്പൈക്സ് റിസൾട്ടിംഗ് ഫ്രം ദി ലാർജ് നമ്പർ ഓഫ് ബബിൾസ് കൊളാപ്സിംഗ് നിയർ എ സോളിഡ് സർഫസ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം മേ കോസ് ഇറോഷൻ. അതായത് ഇത് കാവിറ്റേഷൻ കാരണം ഉണ്ടാവുന്നതാണ് erosion, surface pitting, fatigue, failure and the eventual destruction of the components of the machineries. ഇതൊക്കെയാണ് അത് കാരണം, കാവിറ്റേഷൻ കാരണം ഉണ്ടാവുന്നത്. Okay, the presence of cavitation in a flow system can be sensed by the characteristics tumbling sound. ഒരു ടംബ്ലിംഗ് സൗണ്ട് ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അവിടെ കാവിറ്റേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാവിറ്റേഷൻ എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ വരച്ച് ജസ്റ്റ് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പാർട്ട് ബിയിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി ഹേഗൻ-പോയസോളി ഇക്വേഷൻ ഫ്രം ദി ഫണ്ടമെന്റൽസ് ആൻഡ് സ്റ്റേറ്റ് ദി അസംപ്ഷൻസ് മെയ്ഡ്, സ്കെച്ച് ദി ഷിയർ സ്ട്രെസ് ആൻഡ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദി സർക്കുലർ പൈപ്പ്. ഓക്കെ, അത് 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 17th ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ദി ഹേഗൻ-പോയസോളിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന 3 അസംപ്ഷൻസ് ആണ്. ഫസ്റ്റ് അസംപ്ഷൻ, ദ ഫ്ലൂയിഡ് ഒബേസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ദെൻ സെക്കൻഡ്, ദർ ഇസ് നോ സ്ലിപ്പ് ഓഫ് ദി ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അറ്റ് എ സോളിഡ് ബൗണ്ടറി. അതായത് സോളിഡ് ബൗണ്ടറിയിൽ ഇപ്പോൾ ഈ ഒരു പൈപ്പ് കൺസിഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളിഡ് ബൗണ്ടറിയിൽ നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൗണ്ടറിയിലേക്ക് എത്തുന്നതോറും വെലോസിറ്റി, അതായത് ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കൺസിഡർ ചെയ്യുമ്പോൾ പൈപ്പിന്റെ വോളിൽ ഏറ്റവും മിനിമം വെലോസിറ്റി വരുന്ന പൈപ്പിന്റെ വോളിലും സെന്ററിലാണ് മാക്സിമം വെലോസിറ്റിയും വരുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ അതാണ് ദർ ഈസ് നോ സ്ലിപ്പ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അറ്റ് സോളിഡ് ബൗണ്ടറി. സോളിഡ് ബൗണ്ടറിയിൽ നോ സ്ലിപ്പ് കണ്ടീഷൻ ആണ്. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ സ്റ്റഡി ഫ്ലോയിലാണ് നമ്മൾ സ്റ്റഡി ഫ്ലോയുടെ കണ്ടീഷനിലാണ് നമ്മൾ ഹേഗൻ ബോയ്സോൾജീസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ ടൈമിനനുസരിച്ച് ഫ്ലോ പാരാമീറ്റേഴ്സ് ഒന്നും വാരി ചെയ്യുന്നില്ലെന്ന്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഒരു സിലിണ്ട്രിക്കൽ എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഫ്ലോ ഫീൽഡിൽ ഒരു സിലിണ്ട്രിക്കൽ എലമെന്റ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അതിന്റെ റേഡിയസ് വരുന്നത് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, ക്യാപിറ്റൽ R ആണ് അതിന്റെ റേഡിയസ്. ദെൻ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സിലിണ്ട്രിക്കൽ എലമെന്റ് നമ്മൾ ഫസ്റ്റ് ഒരു സിലിണ്ടർ ആണ് നമ്മൾ എടുത്തത്. ദെൻ ഒരു സിലിണ്ട്രിക്കൽ എലമെന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിന്റെ ടോപ്പിൽ വരുന്നത് AD, ദെൻ ബോട്ടത്തിൽ വരുന്നത് BC. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഈ സർഫസിൽ AB എന്ന് പറയുന്ന ഈ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് P ഇൻറ്റു അവിടുത്തെ ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ഓക്കെ, അപ്പോൾ ഇവിടെ P ഇൻറ്റു ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ πr², സിലിണ്ടർ ആയതുകൊണ്ട് P ഇൻറ്റു πr² ആണ് ഇവിടുത്തെ ഏരിയ വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ P ഇൻറ്റു πr² എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എലമെന്റ് സിലിണ്ടറിക്കൽ എലമെന്റിന്റെ ലെങ്ത് വരുന്നത് Δx. ഓക്കെ, ദെൻ ഈ ഒരു സിലിണ്ടറിക്കൽ എലമെന്റിന്റെ ഈ സൈഡിൽ വരുന്ന പ്രഷർ ഫോഴ്സ് ആണ് നമ്മൾ P ഇൻറ്റു πr² പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ദെൻ ഈ ഒരു ഇത്രയും പോർഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ P പ്ലസ് P/Δx ഇൻറ്റു dx അല്ലെങ്കിൽ Δx ഇൻറ്റു Δx ഇൻറ്റു ഏരിയ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സിലിണ്ടറിന്റെ ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ πr², സർക്കിൾ ആണ്. സോ πr². ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു AB പോർഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ആണ് P ഇൻറ്റു πr². ഓക്കെ, ദെൻ DC എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ആണ് P പ്ലസ് P/Δx ഇൻറ്റു Δx. അതായത് ആ ഒരു Δx ഡിസ്റ്റൻസിൽ വരുന്ന ആ ഒരു ചേഞ്ച് ആണ്, പ്രഷറിൽ വരുന്ന ആ ഒരു ചേഞ്ച് ആണ് P/Δx ഇൻറ്റു Δx എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റു πr² ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ടോ ഇൻറ്റു 2πr ഇൻറ്റു Δx എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടോ ഇൻറ്റു ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഷിയർ സ്ട്രെസ് ടോ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അപ്പോൾ അതിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഏരിയ. ഓക്കെ, അപ്പോൾ ഇതിലെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു സിലിണ്ടറിക്കലിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 2πr എന്നും, അതായത് ഈ ഒരു സിലിണ്ടർ പോർഷനിലാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ മൊത്തം പെരിമീറ്റർ വരുന്നത് 2πr, ദെൻ അതിന്റെ ലെങ്ത് വരുന്നത് Δx. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ അതായത് അവിടുത്തെ ആ ഒരു ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടോ ഇൻറ്റു 2πr പെരിമീറ്റർ ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് Δx. ഓക്കെ, ഇപ്പോൾ പെരിമീറ്റർ ഇൻറ്റു ABCD എന്ന് പറയുന്ന ഈ ഒരു പോർഷന്റെ ആ ഒരു സർക്കുലർ പോർഷന്റെ പെരിമീറ്റർ ആണ് 2πr ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് Δx ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ഷിയർ ഫോഴ്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ്. കൺസിഡർ ദി ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് റേഡിയസ് R. ഓക്കെ, നമ്മൾ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള ഒരു ഹൊറിസോണ്ടൽ പൈപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. വിസ്കസ് ഫ്ലോ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇതിന്റെ ഫ്ലൂയിഡിന്റെ ഫ്ലോ വരുന്നത്. കൺസിഡർ എ ഫ്ലൂയിഡ് എലമെന്റ് ഓഫ് റേഡിയസ് R സ്ലൈഡിങ് ഇൻ ദി സിലിണ്ടറിക്കൽ ഫ്ലൂയിഡ് എലമെന്റ് ഓഫ് റേഡിയസ് R പ്ലസ് dr. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് എലമെന്റ് ABCD കൺസിഡർ ചെയ്തു. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊത്തം വലിയൊരു പൈപ്പ് പറഞ്ഞതിന്റെ ക്യാപിറ്റൽ R, അതായത് ഈ ഒരു അതിന്റെ റേഡിയസ് വരുന്നത് ക്യാപിറ്റൽ R ആന്ന് പറഞ്ഞു. ഓക്കെ, ദി R സ്ലൈഡിങ് ഇൻ എ സിലിണ്ടറിക്കൽ ഫ്ലൂയിഡ് എലമെന്റ് ഓഫ് റേഡിയസ്. ഈ ഒരു സിലിണ്ടറിക്കൽ ചെറിയ നമ്മൾ കൺസിഡർ ചെയ്ത സിലിണ്ടറിക്കൽ എലമെന്റിന്റെ റേഡിയസ് ആണ് സ്മോൾ r വന്നത്. ഓക്കെ, അപ്പോൾ അത് മുകളിലോട്ട് നമുക്ക് നോക്കുമ്പോൾ R പ്ലസ് dr ആണ് അതിന്റെ ഏരിയ അതിന്റെ നെക്സ്റ്റ് റേഡിയസ് വരുന്നത്. ഓക്കെ, ഈ ഒരു സിലിണ്ടറിക്കൽ എലമെന്റിന്റെ റേഡിയസ് ആണ് നമ്മൾ സ്മോൾ r പറഞ്ഞത്. ദെൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ വരുന്നതാണ് R പ്ലസ് dr. ഓക്കെ, ലെങ്ത് ഓഫ് ദി ഫ്ലൂയിഡ് എലമെന്റ് നമ്മൾ പറഞ്ഞു Δx. ഓക്കെ, ഇപ്പം ഇതാണ് Δx. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു പൈപ്പ് കൺസിഡർ ചെയ്തു. ഇതാണ് പൈപ്പ്. ഓക്കെ, പൈപ്പിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, ദെൻ അതിന്റെ ഉള്ളിൽ ഒരു സിലിണ്ടറിക്കൽ എലമെന്റ് കൺസിഡർ ചെയ്തു. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ r ആണ്.
ഓക്കെ, ദെൻ എ ബി എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ വരുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ പി ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്, അതായത് പി ഇൻറ്റു ഏരിയ, പി ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഡി സി എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ വരുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഇങ്ങോട്ടേക്കാണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഷിയർ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു 2πr ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, 2 ഇൻറ്റു ടോ ഇൻറ്റു 2πr ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, the pressure intensity at phase CD will be P plus dou P by dou X. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ഫ്ലൂയിഡ് എലമെന്റ് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സിലറേഷൻ ഇൻ ദി ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അതിലാദ്യം ടോട്ടൽ പ്രഷർ ഫോഴ്സസ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സസ് ആക്ടിങ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫോഴ്സസ് ആക്ടിങ്, പ്രഷർ ഫോഴ്സസ് അല്ല, ടോട്ടൽ ഫോഴ്സസ് ആക്ടിങ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഫോഴ്സ് ആണ് പ്രഷർ ഫോഴ്സ് ഓൺ ദി ഫേസ് എ ബി, ദെൻ സെക്കൻഡ് പ്രഷർ ഫോഴ്സ് ഓൺ ഫേസ് സി ഡി, ദെൻ ഷിയർ ഫോഴ്സ് ഓൺ ദി സർഫസ് ഓഫ് ദി ഫ്ലൂയിഡ് എലമെന്റ്. ആ ഫ്ലൂയിഡ് എലമെന്റിന്റെ സർഫസിൽ വരുന്ന ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ സർഫസിലായതുകൊണ്ടാണ് നമ്മൾ ആ പെരിമീറ്റർ ഇൻറ്റു ആ ഒരു ലെങ്ത് ചെയ്തത്. പെരിമീറ്റർ ആണ് 2πr. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ ആ സർക്കിളിന്റെ ഈ ഒരു പെരിമീറ്റർ ആണ് 2πr. ഓക്കെ, ഈ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ ഇൻറ്റു ഈ ഒരു ലെങ്ത് ചെയ്യുമ്പോൾ, ഇൻറ്റു ഈ ഒരു ലെങ്ത് ഡെൽറ്റ എക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഏരിയ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു 3 ഫോഴ്സസ് ആണ് ഈ ഒരു സിലിണ്ടറിക്കൽ എലമെന്റിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് ദർ ഇസ് നോ ആക്സിലറേഷൻ സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഇൻ ദ ഫ്ലോ ഡയറക്ഷൻ ഈസ് 0. ഓക്കെ, നമ്മൾ പറഞ്ഞു സം ഓഫ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അപ്ലൈ ചെയ്തിട്ട് പറയുന്നതാണ് ടോട്ടൽ സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഇൻ ദി സിലിണ്ടറിക്കൽ എലമെന്റ് ഇസ് ഈക്വൽ ടു ദി മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ 0 ആയതുകൊണ്ട് ടോട്ടൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ ദി സിലിണ്ടറിക്കൽ എലമെന്റ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോഴ്സസ് ഒക്കെ പി ഇൻറ്റു പൈ ആർ സ്ക്വയർ, then p plus dou p by dou x into delta x into pi r square, അതായത് സെക്കൻഡ് p into pi r square ഇവിടെ ആക്ട് ചെയ്യുന്നു, then p plus dou p by dou x by dou p by dou x into delta x into pi r square സി ഡിയിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അത് രണ്ടും p ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്, അതായത് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്. സോ p into pi r square ഓക്കെ മൈനസ് ഈ ഒരു pressure force minus p plus dou p by dou x into delta x into pi r square. Okay, ഷിയർ ഫോഴ്സും നമ്മുടെ ഫ്ലോ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ ടോ മൈനസ് ടോ ഇൻറ്റു 2πr ഡെൽറ്റ എക്സ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പി ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് ടോ ഇൻറ്റു ഷിയർ സ്ട്രെസ് ടോ ഇൻറ്റു 2πr ഇൻറ്റു ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ അഗൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് ടി ഇൻറ്റു 2πr ഇൻറ്റു ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ പി ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് പി ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു പൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു 2πr ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ പി ഇൻറ്റു പൈ ആർ സ്ക്വയറും പി ഇൻറ്റു പൈ ആർ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. ദെൻ റിമൈനിങ് ടേംസ് വരുന്നത് മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു 2π ഇൻറ്റു 2πr ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് റിമൈനിങ് ടേംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ടോയിൻ്റെ ടേംസിലേക്ക് ഈ ഒരു ഇക്വേഷനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ ഒരു ടേം വരും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ മാറിയിട്ട് ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഡെൽറ്റ എക്സ് പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെൽറ്റ എക്സും ക്യാൻസൽ ആയിപ്പോയി, ആറും ആർ സ്ക്വയറും പൈയും ക്യാൻസൽ ആയിപ്പോയി. ഇപ്പോൾ റിമൈനിങ് വരുന്നത് ഡോ പി ബൈ ഡോ എക്സ്. ഓക്കെ, ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു ആറും ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ബൈ 2 ഉണ്ട്. സോ r/2 മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r/2 അതാണ് ആൻസർ വരിക. ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r/2.
The negative sign indicates that the pressure decreases in the direction of flow due to the viscous resistance. Okay, അപ്പോൾ ആ ഒരു നെഗറ്റീവ് സൈൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോയുടെ ഡയറക്ഷനിൽ അത് പോകുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, വിസ്കസ് റെസിസ്റ്റൻസ് ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഫ്ലോ ഇങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വിസ്കോസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അതിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യാണ്. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഈ ഒരു നെഗറ്റീവ് സൈന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെയും വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെയും സ്കെച്ച് വെച്ചിട്ട് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുമ്പോൾ ഓക്കെ, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനിൽ ടോ ഈസ് ഈക്വൽ ടു നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ് ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2. ഓക്കെ, അപ്പോൾ ഇതിൽ ഇക്വേഷൻ 1 ഗീവ്സ് ദി ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ലാമിനാർ ഫ്ലോ ഇൻ എ സർക്കുലർ പൈപ്പ്. ഓക്കെ, സർക്കുലർ പൈപ്പിലെ ലാമിനാർ ഫ്ലോയിൽ വരുന്ന ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ആണിത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡോ പി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആർ വാല്യൂ മാറുന്നതിനനുസരിച്ച് ടോയും മാറും. ഓക്കെ, അപ്പോൾ ആർ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടോ വാല്യൂ കൂടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനീഷ്യൽ കേസിൽ ആർ സീറോ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു ആർ 0 കൊടുക്കുകയാണെങ്കിൽ മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു 0. ഓക്കെ, അപ്പോൾ 0 ആണ് വരിക ആർ ഇസ് ഈക്വൽ ടു 0 കണ്ടീഷനിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആവുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ക്യാപിറ്റൽ ആർ ബൈ 2 എന്നാണ് വരാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ദെൻ ആർ ഇസ് ഈക്വൽ ടു 0 ഇക്വേഷനിൽ ആർ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ടോയുടെ വാല്യൂ 0 ആയി പോവും. ദെൻ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, അതായത് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ലൈനിൽ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു 0 ആണ്. ദെൻ അതിൻ്റെ ഈ പൈപ്പിൻ്റെ വോളിൽ വരുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആവും. ഓക്കെ, മൊത്തം ഈ ഒരു പൈപ്പിൻ്റെ ഈ ഒരു മൊത്തം സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു പൈപ്പിൻ്റെ റേഡിയസ് വരുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ദെൻ ഈ ഒരു ചെറിയ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു ചെറിയ സിലിണ്ടറിക്കൽ എലമെന്റിന്റെ റേഡിയസ് ആണ് 6. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സിലിണ്ടറിക്കൽ എലമെന്റ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വെൻ ആർ ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ടോ മിനിമം വാല്യൂ ആയിരിക്കും ഇതിൽ. ഓക്കെ, ദെൻ സ്മോൾ ആറിൻ്റെ വാല്യൂ സ്മോൾ ആർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആവുമ്പോൾ, അതായത് ആ ഒരു പൈപ്പിന്റെ മൊത്തം റേഡിയസിന് ഈക്വൽ ആവുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2 എന്നാവും. ഓക്കെ, അതായത് മാക്സിമം വാല്യൂ ആവും. സ്മോൾ ആർ 0 എടുക്കുമ്പോൾ നമുക്ക് ടോ 0 വാല്യൂ ആണ് വന്നത്. വെൻ സ്മോൾ ആർ നമ്മൾ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കുമ്പോൾ, അതായത് സിലിണ്ടറിക്കൽ മൊത്തം പൈപ്പിന്റെ റേഡിയസ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് ടോയുടെ വാല്യൂ മാക്സിമം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ടോ എന്ന് പറയുന്ന R0 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ടോ 0 ആയിരിക്കും. ദെൻ മാക്സിമം വരുന്നത് 2 എൻഡിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്മോൾ ആർ ഈ ഒരു ലൈൻ എത്തുമ്പോൾ ക്യാപിറ്റൽ ആറിനെ അപ്രോച്ച് ചെയ്യും. അതേപോലെ തന്നെ ഈ സ്മോൾ ആർ ഈ ഒരു ബോളിലെത്തുമ്പോൾ ക്യാപിറ്റൽ ആറിനെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിഗർ വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മാക്സിമം ഷിയർ സ്ട്രെസ്. ഓക്കെ, ഇപ്പോൾ സെൻറ്ററിൽ 0 ഷിയർ സ്ട്രെസ് ആണ് വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് അറിയാവുന്ന വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു DU ബൈ DY കൂടെ. ഓക്കെ, ഇനി ടു ഒബ്റ്റെയിൻ ദി വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ദി വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു DU ബൈ DY, അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയും കൂടെ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. But in the relation tau is equal to mu into du by dy, y is measured from the pipe wall, but the radial distance is measured from the center line. Hence, okay, അപ്പോൾ നമുക്ക് y എന്ന് പറയുന്നത് du by dy, y എന്ന് പറയുന്നത് പൈപ്പിന്റെ വോളിൽ നിന്നാണ് മെഷർ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ y എന്ന് പറയുമ്പോൾ ഈ ഒരു വോളിൽ നിന്നാണ് മെഷർ ചെയ്യാം. ആൻഡ് സ്മോൾ r എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെൻറ്ററിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ y is equal to എന്ന് പറയുമ്പോൾ ഇതാണ് ക്യാപിറ്റൽ ആർ. സോ y is equal to എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. y is equal to
ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ. ഇതിൽ വൈ നമ്മൾ പൈപ്പിന്റെ വോൾസിൽ നിന്നാണ് മെഷർ ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വൈയുടെ, അതായത് ഡെപ്ത് എത്രയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് പൈപ്പ് വോളിൽ നിന്നാണ്. ആൻഡ് ദെൻ റേഡിയസ് നമ്മൾ മെഷർ ചെയ്യുന്നത് പൈപ്പിന്റെ സെന്ററിൽ നിന്നാണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ഈ ഒരു റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ വരുന്നത്. ഓക്കെ, അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ടോട്ടലിൽ നിന്ന് സ്മോൾ ആർ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വൈ എന്താന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഡി വൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഡി വൈ ഈസ് ഈക്വൽ ടു നമുക്കിതിൽ ചേഞ്ച് ചെയ്യുന്നത് ഈ സ്മോൾ ആർ ആണ്. ക്യാപിറ്റൽ ആർ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, അതായത് ആ പൈപ്പിന്റെ ഡൈ ആണ്. സോ ചേഞ്ച് ചെയ്യുന്നത് ആർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആർ ക്യാപിറ്റൽ ആർ കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. ദെൻ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഡി ആർ എന്ന് കിട്ടും. ഓക്കെ, വൈ ഈസ് ഈക്വൽ ടു മൈനസ് ആർ ആണ്. ദെൻ ഡി വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ എന്നാവും. ഓക്കെ, അപ്പോൾ ഡി വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈക്ക് പകരം നമ്മൾ മൈനസ് ഡി ആർ എന്ന് എഴുതി. ഡി വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ എന്ന് എഴുതി. ഓക്കെ ഓക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ടോ ഈസ് ഈക്വൽ ടു അപ്പോൾ മ്യൂ ഇൻറ്റു ഡി യു ബൈ മൈനസ് ഡി ആർ. ഓക്കെ, ഇപ്പോൾ ടോ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി ആർ. ഓക്കെ, അപ്പോൾ അതാണ് ടോയുടെ ഇക്വേഷൻ. നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്കാണ് ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരേണ്ടത്. വെലോസിറ്റി ഇക്വേഷനിലേക്കാണ്, അതായത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയഗ്രം എങ്ങനെ വരാമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലാദ്യം നമ്മൾ ഈ രണ്ട് ടോയുടെ വാല്യൂസും ഇക്വേറ്റ് ചെയ്യുക. മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ ടുവും മ്യൂ ഇൻറ്റു ഡി യു മൈനസ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി ആർ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്തിട്ട് ഡി യു ബൈ ഡി ആർ, ഓക്കെ, ഈ ഒരു ടേമിനെ മാത്രം ഇവിടെ നിർത്തി. ദെൻ അഗെയിൻ 1/2 മ്യൂ ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ എന്ന് കിട്ടി. ഇതിൽ നെഗറ്റീവും ക്യാൻസൽ ആയിപ്പോയി. ദെൻ അഗെയിൻ ഡി യു ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഡി ആറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഡി യു ഈസ് ഈക്വൽ ടു 1/2 മ്യൂ ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ഇൻറ്റു ഡി ആർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി യു ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് യു വെലോസിറ്റി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുവിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പോൾ യു ഈസ് ഈക്വൽ ടു 1/2 മ്യൂ വന്നു. ഓക്കെ, ഇപ്പോൾ ഡോ പി ബൈ ഡോ എക്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ദെൻ ഇൻ്റഗ്രൽ ആർ ഡി ആർ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ആർ ഡി ആർ എന്ന് പറയുമ്പോൾ 1/2 മ്യൂ ഇൻ്റഗ്രൽ ആർ ഡി ആർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റന്റും കൂടെ വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ഒരു കോൺസ്റ്റന്റും കൂടെ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ടേമാണ് ഇവിടെ എഴുതിയിരിക്കണേ. 1/2 മ്യൂ ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 പ്ലസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിനി ഈ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഡി ആർ ആണ് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഓക്കെ ഓക്കെ, അപ്പോൾ സി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദി ബൗണ്ടറി കണ്ടീഷൻ ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു ആർ ആൻഡ് യു ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആറും യു ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ 3 അസംപ്ഷൻ ആണ് എടുത്തിരുന്നത്. ഫസ്റ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ദെൻ നോ സ്ലിപ്പ് കണ്ടീഷൻ, ദെൻ സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പോൾ നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ബൗണ്ടറിയിൽ യു ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ യു ഈസ് ഈക്വൽ ടു 0 ആൻഡ് ആർ ഈസ് ഈക്വൽ ടു ഓക്കെ, അതായത് ബൗണ്ടറിയിൽ എത്തുമ്പോഴാണ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ആവുന്നത്. ദെൻ അവിടെ യു ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റും നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ യു ഈസ് ഈക്വൽ ടു 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് സി ഈസ് ഈക്വൽ ടു. ഓക്കെ, അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ യു ഈസ് ഈക്വൽ ടു 0 കൊടുത്തു. ദെൻ സ്മോൾ ആറിന് പകരം നമ്മൾ ക്യാപിറ്റൽ ആർ സ്ക്വയർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സി എന്ന് വന്നു. ഓക്കെ, അപ്പോൾ സി ഈസ് ഈക്വൽ ടു മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഈ സിയുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സിക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് യുവിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ യു ഈസ് ഈക്വൽ ടു ഓൾറെഡി 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ എന്നുണ്ടായിരുന്നു. പ്ലസ് സിയിൽ ഈ ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഈ രണ്ട് ടേമും കോമൺ എടുത്ത് കഴിയുമ്പോൾ മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് കോമൺ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് റിമൈനിങ് ടേംസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഓക്കെ, മൈനസ് നമ്മൾ കോമൺ എടുത്തു. ഓക്കെ, അപ്പോൾ മൈനസ് കോമൺ എടുത്ത് കഴിയുമ്പോൾ
റിമൈനിങ് വരുന്നത് മൈനസ് ആർ സ്ക്വയറിൽ നിന്ന് മൈനസ് എടുക്കുമ്പോൾ ആർ സ്ക്വയർ, ദെൻ സ്മോൾ ആർ സ്ക്വയറിനെ മൈനസ് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ 4. ഓക്കെ, അപ്പോൾ അത് യുവിൻ്റെ ഇക്വേഷൻ ആയി. ഇക്വേഷൻ 4 gives the velocity distribution for laminar flow in circular pipe. In this equation നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഇക്വേഷനിൽ മ്യൂയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, ഡോ പി ബൈ ഡോ എക്സ് കോൺസ്റ്റന്റ് ആണ്, ആറും ക്യാപിറ്റൽ ആറും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചേഞ്ചിങ് വരുന്നത് ഈ ഒരു സ്മോൾ ആർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ആറിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് യുവും വാല്യൂ ചെയ്തുകൊണ്ടിരിക്കും. Okay, this which means that the velocity u varies with respect to r square. Okay, അപ്പോൾ when r is equal to 0. Okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ r is equal to 0 കൊടുക്കുക. ഈ ഒരു സ്മോൾ ആറിന് വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക u is equal to -1/4 mu ഡോ പി ബൈ ഡോ എക്സ് ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്നായിരിക്കും വരാം. ഓക്കെ, അപ്പോൾ when r is equal to 0 ആണെങ്കിൽ u is equal to -1/4 mu ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണെങ്കിൽ, ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ 0 ആയി പോകും. സോ യു ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളൊരു പൈപ്പ് ഫ്ലോ എടുത്തു. ഓക്കെ, സെൻറ്ററിൽ ആർ ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ അവിടെ മാക്സിമം വരും. ദെൻ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, അതായത് പൈപ്പ് വോളിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ മാക്സിമം വെലോസിറ്റി സെൻറ്ററിലും വോളിൻ്റെ അവിടെ ക്യാപിറ്റൽ ആർ ആവണമെന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ. സോ വോളിൻ്റെ അവിടെ വരുമ്പോൾ മിനിമം വെലോസിറ്റിയും ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഒരു ഫിഗർ ഇങ്ങനെ വന്നത്. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ പറഞ്ഞു മിനിമം സെൻറ്ററിലും മാക്സിമം വോളിലുമാണ് വരാം. ഓക്കെ, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ മിനിമം വോൾസിലും മാക്സിമം സെൻറ്ററിലും ആണ് വരാം. ഓക്കെ, അപ്പോൾ യു മാക്സ് ഇസ് ഈക്വൽ ടു -1/4 mu ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ വരും. ദെൻ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, അതായത് വോളിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി. നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ മാക്സിമം വെലോസിറ്റി നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് മാക്സിമം വെലോസിറ്റി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു, ഓക്കെ, ഏരിയ ഓഫ് ദി എഴുതിയിട്ടുണ്ട്. ക്യൂ ഈസ് ഈക്വൽ ടു വെലോസിറ്റി അറ്റ് റേഡിയസ് ആർ ആൻഡ് ഏരിയ ഓഫ് ദി റിംഗ് എലമെന്റ്. ഓക്കെ, അപ്പം അങ്ങനെ ഡി ക്യൂ ഈസ് ഈക്വൽ ടു അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി അറ്റ് റേഡിയസ് ആർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ വെലോസിറ്റി അറ്റ് റേഡിയസ് ആർ എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് റേഡിയസ് ആർ യു ആണ്. ഓക്കെ, അപ്പോൾ യു ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ 2πr ഇൻറ്റു ഡി ആർ എന്ന് വരും. ഓക്കെ, ഏരിയ ഓഫ് ദി റിംഗ് എലമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു 2πr ഇൻറ്റു. ഓക്കെ, അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. ഓക്കെ, ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു ഡി ആർ ഡിസ്റ്റൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റിംഗ് എലമെന്റിന്റെ ഏരിയ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ഡി ക്യൂ ഈസ് ഈക്വൽ ടു -4 mu ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു 2πr ഡി ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി ക്യൂ ഈസ് ഈക്വൽ ടു എന്നുള്ളതിൽ യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്ത യു മാക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. ഡി ക്യൂ ഈസ് ഈക്വൽ ടു യു ഇൻറ്റു യുവിലിവിടെ ഈ ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഡി ക്യൂ ഈസ് ഈക്വൽ ടു -1/4 mu ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു 2πr ഇൻറ്റു ഡി ആർ. ഓക്കെ, അപ്പോൾ അത് ഡി ക്യൂ എന്ന് പറയുന്നത് എലമെന്റൽ ഡിസ്ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് കിട്ടാൻ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഡി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ വരും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഈ ഒരു ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട്, അതായത് 0 to r വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പ് എടുക്കുമ്പോൾ സെൻറ്ററിൽ സ്മോൾ ആർ നമ്മൾ ഇവിടെ നിന്നാണ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെൻറ്ററിൽ വരുന്നത് r is equal to 0 ആണ്. ഓക്കെ, വോളിൽ വരുന്നത് r is equal to ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, ആ ഒരു ലിമിറ്റ് ആണ് ഇവിടെ 0 to r എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ total discharge is equal to integral 0 to r dq, which is equal to 0 to r. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/4 mu ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു 2πr ഇൻറ്റു ഡി ആർ. ഓക്കെ, അപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് ടേംസ് എല്ലാം പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ
മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് കോൺസ്റ്റന്റ് ടേം ആണ്, നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തു. ഇനി ഇതിലെ 2π എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ടേം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, റിമൈനിങ് വരുന്നത് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഡി ആർ. ഓക്കെ, അപ്പൊ ഇതിൽ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ഓക്കെ ആറിനെ നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു ആർ ക്യൂബ് ഇൻറ്റു ഡി ആർ എന്ന് വരും. ഓക്കെ, അപ്പൊ അതിൽ നെക്സ്റ്റ് ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 2π നമ്മൾ എടുത്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിൽ ഇന്റഗ്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡി ആർ ആണ്. ഓക്കെ, അപ്പൊ ആർ സ്ക്വയർ ഇൻറ്റു ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ബൈ 2 മൈനസ് ആർ ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ റേസ് ടു 4/4. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആർ സ്ക്വയർ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ ബൈ 2 മൈനസ് സ്മോൾ ആർ റേസ് ടു 4/4. ഓക്കെ, അപ്പൊ അതിന്റെ റേഞ്ച് 0 to r ആണ്, സോറി ലിമിറ്റ് 0 to r ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റിൽ നമ്മൾ ആ ഒരു വാല്യൂ ആ രണ്ട് ലിമിറ്റ് വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2π ഇൻറ്റു സ്മോൾ ആറിന് ക്യാപിറ്റൽ ആർ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ സ്മോൾ ആറിന് ക്യാപിറ്റൽ ആർ കൊടുക്കുമ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ ആർ ആണ്. അതായത് സ്മോൾ ആർ ഇസ് ഈക്വൽ ടു നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു സ്മോൾ ആർ ഇസ് ഈക്വൽ ടു 0, സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആവുന്ന ആ ഒരു ലിമിറ്റ് ആണ്. അതായത് ഒരു പൈപ്പ് ഫ്ലോയില് സെന്ററിൽ ആർ ഇസ് ഈക്വൽ ടു 0യും വോളിൽ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയിരിക്കും. അതാണ് ആ ഒരു ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ സ്മോൾ ആറിന്റെ വാല്യൂ നമ്മൾ ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ 2 മൈനസ് ആർ റേസ് ടു 4/4 എന്ന് വരും. ഓക്കെ, ഇനി 0 ആർ സ്ക്വയറിന് 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ ആർ റേസ് ടു 4/2 മൈനസ് ആർ റേസ് ടു 4/4. ഓക്കെ, ഇപ്പൊ ഇതിൽ ഇനി നോക്കുമ്പോൾ 2π ഉണ്ട്, ദെൻ ആർ റേസ് ടു 4. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആർ റേസ് ടു 4 മൈനസ് 2 ആർ റേസ് ടു 4/8. ഓക്കെ, അപ്പോൾ 2 ആർ റേസ് ടു 4/8 which is equal to r raised to 4/4. ഓക്കെ, അപ്പോൾ വാല്യൂ വരുന്നത് മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു 2π ഇൻറ്റു ആർ റേസ് ടു 4/4. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത് ക്യാൻസൽ ആയി പോകുമ്പോൾ 2 വരും. ഓക്കെ, 4 ഇൻറ്റു 2 8 വരും. ഓക്കെ, അപ്പോൾ 1/8 മ്യൂ ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു പൈ ഇൻറ്റു ആർ റേസ് ടു 4. ഓക്കെ, അപ്പോൾ അതാണ് ലാസ്റ്റ് ക്യൂവിൻ്റെ വാല്യൂ, ക്യൂവിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റി വേണം. ആവറേജ് വെലോസിറ്റി നമ്മൾ പറഞ്ഞു അതായത് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ. ഓക്കെ, അപ്പൊ അതിൽ ഡിസ്ചാർജ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ പൈപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഓക്കെ, ഇപ്പൊ സിലിണ്ടർ ആണ്, സിലിണ്ടറിന്റെ സൈഡിൽ വരുന്നത് സർക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ആ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr² ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ആ ഒരു ഡിസ്ചാർജ് ഇക്വേഷൻ ഉണ്ട് -π/8 മ്യൂ ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ റേസ് ടു 4. ഓക്കെ, അപ്പൊ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ πr². ഓക്കെ, പൈയും ക്യാൻസൽ ആയി പോയി, ദെൻ ആർ സ്ക്വയറും ആർ റേസ് ടു 4 2 ടൈംസ് പോയി. ഓക്കെ, അപ്പോൾ റിമൈനിങ് വരുന്നത് -1/8 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ വിച്ച് ഇസ് ദി ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനിയാണ് നമ്മൾ ശരിക്കും ഹേഗൺ പോയ്സലി ഇക്വേഷൻ്റെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുന്നത്. ആവറേജ് ഫ്ലോ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 6 ഈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി നമ്മൾ ഇപ്പോൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, ഇതാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തത് വിച്ച് ഇസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നമ്മൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോ പി ബൈ ഡോ എക്സ് ടേം മാത്രം എടുത്ത് എഴുതി. ഓക്കെ, അപ്പോൾ മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു യു ഡാഷ് ഇൻറ്റു 8 മ്യൂ ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ 8 മ്യൂ ഇൻറ്റു യു ഡാഷ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട. ഈ ഡി പി ബൈ ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ഇതിൽ ആദ്യം മൈനസ് ഡി പി ഇസ് ഈക്വൽ ടു 8 മ്യൂ ഇൻറ്റു യു ബാർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് പി ഇസ് ഈക്വൽ ടു 8 മ്യൂ യു ബാർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് വരും. ഓക്കെ, ആർ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് വരും. Okay, but to find the loss of pressure head between two sections of pipes 1 and 2 having length L, integrate the equations. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ 1നെയും 2വിനെയും
ഇക്വേഷൻ പൈപ്പ് സെക്ഷൻ 1ലും 2ലും പ്രഷർ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഡി പി ഈസ് ഈക്വൽ ടു മൈനസ് ഡി പി ഈസ് ഈക്വൽ ടു 8 mu u bar by r square into dx എന്നാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഡി പി ഇൻറ്റു സെക്ഷൻ 1 to സെക്ഷൻ 2, അതായത് ഈ ഒരു സെക്ഷൻ 1 നിന്ന് ഈ ഒരു 2 വരെയുള്ള ആ ഒരു പോർഷനിലാണ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 2ഉം ലോവർ ലിമിറ്റ് സെക്ഷൻ 1. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ഓക്കെ, ഇപ്പോൾ സെക്ഷൻ 1 to 2 ഇതും സെക്ഷൻ 1 to 2 ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി പിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പി വരും. ഓക്കെ, ഇപ്പോൾ സെക്ഷൻ 1 to 2 നെഗറ്റീവ് ഓഫ് ദെൻ നെക്സ്റ്റ് 8 mu u ഇൻറ്റു ആർ സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിൽ എക്സ് ടേം ഇല്ല, സോ നെക്സ്റ്റ് എക്സ് ടേം വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ ടു സെക്കൻഡ് സെക്ഷൻ എടുത്തു. ഓക്കെ, അപ്പോൾ ദെൻ മൈനസ് ഓഫ് സെക്കൻഡ് സെക്ഷനിലെ പ്രഷർ മൈനസ് ഫസ്റ്റ് സെക്ഷനിലെ പ്രഷർ ഈസ് ഈക്വൽ ടു 8 mu ഇൻറ്റു യു ബാർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് സെക്ഷനിലെ ഡിസ്റ്റൻസ് x2 മൈനസ് x1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മൊത്തം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് x2 എടുത്തു. ദെൻ സെക്കൻഡ് സെക്ഷൻ ഫസ്റ്റ് സെക്ഷനിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് x1 എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് L. ഓക്കെ, അപ്പോൾ x2 മൈനസ് x1, x2 നിന്ന് x1 മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഒരു L എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ x2 മൈനസ് x1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P2 മൈനസ് P1 എന്നുള്ളത് മൈനസ് P2 പ്ലസ് P1 എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ P1 മൈനസ് P2 എന്നാവും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 8 mu u ഡാഷ് x2 മൈനസ് x1 എന്നുള്ളത് L ആവും ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ. P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു mu ഇൻറ്റു u ഡാഷ് L ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ P1 മൈനസ് P2 ആണ് 8 ഇൻറ്റു mu ഇൻറ്റു u ഡാഷ് L ബൈ ആർ സ്ക്വയർ. ഓക്കെ, അതിൽ നിന്ന് ആർ സ്ക്വയറിന് നമ്മൾ ആർ ഇസ് ഈക്വൽ ടു ഡി ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് P1 മൈനസ് P2ന് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. 32 mu ഇൻറ്റു u ഡാഷ് L ബൈ ഡി സ്ക്വയറിന് കിട്ടും. ഓക്കെ, അതിൽ P1 മൈനസ് P2 എന്ന് പറയുന്നത് പ്രഷർ ഡ്രോപ്പ് ആണ്. ഫസ്റ്റ് സെക്ഷനിൽ നിന്നും സെക്കൻഡ് സെക്ഷനിലേക്കുള്ള ആ ഒരു പ്രഷർ ഡ്രോപ്പ് ആണ് P1 മൈനസ് P2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോസ് ഓഫ് പ്രഷർ ഹെഡ് HF ഇസ് ഈക്വൽ ടു നമുക്കറിയാം പ്രഷർ ഹെഡിന്റെ P ബൈ റോ ജി എന്നാണ്. P ബൈ റോ ജി ആണ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ പ്രഷർ ഹെഡും സെക്കൻഡ് സെക്ഷനിലെ പ്രഷർ ഹെഡും മൈനസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ നോക്കുമ്പോൾ P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2g പ്ലസ് Z1 ഇസ് ഈക്വൽ ടു P2 ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ബൈ 2g പ്ലസ് Z2 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൽ P1 ബൈ റോ ജി ആണ് ഫസ്റ്റ് സെക്ഷനിലെ പ്രഷർ ഹെഡ്, P2 ബൈ റോ ജി ആണ് സെക്കൻഡ് സെക്ഷനിലെ പ്രഷർ ഹെഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ P1 മൈനസ് P2 ബൈ റോ ജി എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് ലോസ് ഓഫ് പ്രഷർ ഹെഡ് എന്ന് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് P1 മൈനസ് P2 ആണ്. ഓക്കെ, ബൈ റോ ജി ചെയ്യുമ്പോഴാണ് നമുക്ക് ലോസ് ഓഫ് പ്രഷർ ഹെഡ് കിട്ടുക, വിച്ച് ഇസ് HF എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ബൈ റോ ജിയും കൂടെ വരും. ഓക്കെ, അപ്പോൾ P1 മൈനസ് P2 ബൈ റോ ജി എന്ന് പറയുമ്പോൾ 32 mu ഇൻറ്റു u ബാർ L ഡിവൈഡഡ് ബൈ റോ ജി ഡി സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ലോസ് ഓഫ് പ്രഷർ ഹെഡിന്റെ ഇക്വേഷൻ വരുന്നത്. ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ഹേഗൻ-പോയ്സോൺലീസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ മൂന്ന് അസംഷൻസ് ആയിരുന്നു. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ് ഫസ്റ്റ് അസംഷൻ. ദെൻ നോ സ്ലിപ്പ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അറ്റ് സോളിഡ് ബൗണ്ടറി, അതായത് സോളിഡ് ബൗണ്ടറിയിൽ വെലോസിറ്റി മിനിമം ആയിരിക്കും എന്നുള്ള കണ്ടീഷനാണ്. ദെൻ സ്റ്റഡി ഫ്ലോ, ടൈമിനനുസരിച്ച് ഇത് വേരി ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആ ഒരു പൈപ്പ് കൺസിഡർ ചെയ്തു. പൈപ്പിന്റെ ക്യാപിറ്റൽ R ആണ് അതിന്റെ റേഡിയസ് വരുന്നത്. ദെൻ സിലിണ്ടറിക്കൽ എലമെന്റ് കൺസിഡർ ചെയ്തു. സിലിണ്ടറിക്കൽ എലമെന്റിന്റെ റേഡിയസ് വരുന്നത് സ്മോൾ r ആണ്. ദെൻ AB എന്ന് പറയുന്ന സൈഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് P ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. CD എന്ന് പറയുന്ന സൈഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് P പ്ലസ് ഡോ P ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. ദെൻ ഇവിടെ വരുന്ന ഷിയർ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ടോ ഇൻറ്റു 2 പൈ ആർ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ്
മോഷനിൽ നമ്മളത് അപ്ലൈ ചെയ്യാണ്. സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഇവിടെ ആക്സിലറേഷൻ ഇല്ലാത്തതുകൊണ്ട് സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 0 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഫോഴ്സസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു 0 കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ഫോഴ്സസ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ P into pi r square minus P plus dou P by dou x into delta x into pi r square minus tau into 2 pi r into delta x is equal to 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷനിലേക്ക് വരും. ടോ is equal to minus dou P by dou x into r by 2ന്റെ ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഷിയർ സ്ട്രെസ്സിന്റെയും വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെയും ഡയഗ്രാം വരയ്ക്കാനാണ്. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. ടോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഡോ പി ബൈ ഡോ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്മോൾ ആറിനെയാണ്. ഓക്കെ, അപ്പോൾ വെൻ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ടോന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്മോൾ ആർ 0 എന്ന് പറയുന്നത് സെന്ററിൽ അപ്പോൾ ഷിയർ ഫോഴ്സ് 0 ആണ്. ഓക്കെ, ഇനി സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, അതായത് വോൾസിലേക്ക് വരുമ്പോൾ ആ പൈപ്പിന്റെ വോളിലേക്ക് വരുമ്പോഴാണ് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ആർ ആവുമ്പോൾ ഈ ഒരു വോളിന്റെ സർഫസിലേക്ക് എത്തുമ്പോൾ ക്യാപിറ്റൽ ആറിലേക്ക് എത്തുമ്പോൾ ടോ വരുന്നത് ഷിയർ സ്ട്രെസ് വരുന്നത് മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫിഗർ വരച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന് നമ്മൾ യുവിന്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമ്മൾ ടോ എടുത്തു. ടോ ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. ദെൻ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് യു ഈസ് ഈക്വൽ ടു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. യു ഈസ് ഈക്വൽ ടു ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിലൊരു കോൺസ്റ്റന്റ് ടേം ഉണ്ട്. കോൺസ്റ്റന്റ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ടേമിന് വാല്യൂസ് ഇട്ടു. ഓക്കെ, കോൺസ്റ്റന്റ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ കൊടുത്തു. നോ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് പൈപ്പിന്റെ വോളിൽ വെലോസിറ്റി 0 ആയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ യുവിന്റെ ഈ ഒരു ഇക്വേഷനിൽ യു ഇസ് ഈക്വൽ ടു 0, ദെൻ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ കൊടുത്തു. അതായത് പൈപ്പിന്റെ വോളിൽ വരുന്നത് ക്യാപിറ്റൽ ആർ ആയിരിക്കും. പൈപ്പിന്റെ വോളിലാവുമ്പോൾ റേഡിയസ് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ആവും. അറ്റ് എ ടൈം അവിടുത്തെ വെലോസിറ്റി 0 ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ട് കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫൈനലി നമുക്ക് സിയുടെ ആൻസർ കിട്ടും. സോ സിയുടെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, യുവിന്റെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഈ ഒരു ഇക്വേഷനിൽ സിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി യുവിന്റെ ഒരു ഇക്വേഷൻ കിട്ടും. യുടെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു 0യും ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആറും ഷിയർ സ്ട്രെസ്സിന്റെ കൊടുത്ത സെയിം കണ്ടീഷൻസ് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സെന്ററിൽ മാക്സിമം വെലോസിറ്റിയും പൈപ്പ് വോളിൽ 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ പൈപ്പ് വോളിൽ മിനിമം വെലോസിറ്റിയും സെന്ററിൽ മാക്സിമം വെലോസിറ്റിയും വരും. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന്റെയും വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെയും ഡയഗ്രാം വരയ്ക്കണം. ദെൻ ഹേഗൻ പോയ്സലീസ് ഇക്വേഷൻ ഡിറൈവിങ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വരെ ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് ഡയഗ്രാം വരച്ചു കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടം വരെ എത്തി. യു ഇസ് ഈക്വൽ ടു minus 1/4 mu into dou p by dou x into capital R square minus small r square വരെ എത്തി. ഓക്കെ, ഇത് രണ്ട് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റിയുടെ ആ ഒരു റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനാദ്യം യു മാക്സ് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് എഴുതി. അതിൽ നെക്സ്റ്റ് ഡി ക്യു ഇസ് ഈക്വൽ ടു ആ ഒരു എലമെന്റൽ ഏരിയയിൽ വരുന്ന ആ ഒരു ഡിസ്ചാർജ് ഡി ക്യു ഇസ് ഈക്വൽ ടു വെലോസിറ്റി അറ്റ് റേഡിയസ് ആർ ഇൻറ്റു ഏരിയ ഓഫ് ദി റിംഗ് എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ആ ഒരു കൺസിഡർ ചെയ്ത ആ ഒരു എലമെന്റിന്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി ക്യു ഇസ് ഈക്വൽ ടു വെലോസിറ്റി യു ഇൻറ്റു ഏരിയ ഓഫ് ദി റിംഗ് എലമെന്റ് എന്ന് പറയുമ്പോൾ 2 pi r ഇൻറ്റു ഡി ആർ. ഓക്കെ, പെരിമീറ്റർ ഇൻറ്റു ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു റിംഗ് എലമെന്റിന്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ക്യൂവിന്റെ ഇക്വേഷനിലേക്ക് എത്തി. ക്യൂ ഇസ് ഈക്വൽ ടു -π/8 mu ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r⁴ എന്നുള്ള ഈ ഇക്വേഷനിൽ എത്തി. ഓക്കെ, അത് കഴിയുമ്പോൾ ആവറേജ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് മൊത്തം ചെയ്തത്. ഈ സ്റ്റെപ്സ് ചെയ്തത് ക്യൂ കിട്ടാനാണ്. ഓക്കെ, ദെൻ അതിൽ നിന്ന് ക്യൂവിൽ നിന്ന് ആവറേജ് വെലോസിറ്റി കിട്ടണം. അതായത് ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ആൻഡ് വെലോസിറ്റി ആണെന്നറിയാം. ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ആൻഡ് വെലോസിറ്റി ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ ദെൻ അതിൽ നിന്ന് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഏരിയ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ആ ഒരു ക്യൂ ഡിവൈഡഡ് ബൈ πr² ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും.
ഓക്കെ, ഇപ്പൊ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് തന്നെ എടുത്തു. ദെൻ 2 സെക്ഷൻസ് കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x1, ദെൻ സെക്കൻഡ് സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x2. ദെൻ ഇവർ രണ്ട് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് x2 മൈനസ് x1 ആണ് ആ ഒരു നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു പോർഷന്റെ ലെങ്ത് എന്ന് പറയുന്നത്. x2 മൈനസ് x1 ചെയ്യുമ്പോഴാണ് കൺസിഡർ ചെയ്ത ആ പോർഷന്റെ ലെങ്ത് കിട്ടുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ u ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഡോ പി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ദെൻ റിമൈനിങ് വരുന്നത് 8 mu ഇൻറ്റു യു ബാർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മൈനസ് ഡി പി ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ 8 mu യു ബാർ ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പി എടുക്കുമ്പോൾ ഇന്റഗ്രൽ ഡി പി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലും സെക്കൻഡ് സെക്ഷനിലും ആ പ്രഷർ ഡിഫറൻസ് കിട്ടണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സെക്ഷൻ അപ്പർ ലിമിറ്റ് സെക്കൻഡും ലോവർ ലിമിറ്റ് ഫസ്റ്റും കൊടുത്തു. ദെൻ P2 മൈനസ് P1 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ P2 മൈനസ് P1 മൈനസ് ഓഫ് P2 മൈനസ് P1 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ തന്നെ അത് റിവേഴ്സ് ചെയ്തുമ്പോൾ P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു 8 mu ഇൻറ്റു യു ബാർ ഇൻറ്റു എൽ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ പ്രഷർ ഡിഫറൻസ് ആണ് കിട്ടിയത്. പ്രഷർ ഹെഡ് തമ്മിലുള്ള ലോസ് ഓഫ് പ്രഷർ ഹെഡ് കിട്ടാനാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് പ്രഷർ ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ P1 ബൈ ലോസ് ഓഫ് പ്രഷർ ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഈ P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ ജി ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഡിവൈഡഡ് ബൈ റോ ജി ചെയ്യുമ്പോൾ P1 ബൈ റോ ജി എന്ന് പറയുന്നതാണ് പ്രഷർ ഹെഡ്, P2 ബൈ റോ ജി എന്ന് പറയുന്നതാണ് സെക്കൻഡ് സെക്ഷനിലെ പ്രഷർ ഹെഡ്. ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് ലോസ് ഓഫ് പ്രഷർ ഹെഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിനും ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഫൈനലി 32 mu യു ബാർ എൽ ഇൻറ്റു റോ എൽ ബൈ റോ ജി ഡി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അത് ആ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഹേഗൻ പോയ്സെല്ലീസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ദി സൈഫൺ ഓഫ് ഡയാമീറ്റർ 200 mm കണക്ട്സ് ടു റിസർവോയേഴ്സ് ഹാവിംഗ് എ ഡിഫറൻസ് ഇൻ ദി എലവേഷൻസ് ഓഫ് 20 meter. ഓക്കെ, അപ്പോൾ ഒരു സൈഫൺ ഉണ്ട്, ആ സൈഫണിന്റെ ഡയ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈഫണും. ഓക്കെ, സൈഫണും സമ്മിറ്റും വരുന്ന പ്രോബ്ലംസ് ആകുമ്പോൾ രണ്ട് റിസർവോയേഴ്സ് ഒരു ഹില്ലിന്റെ മുകളിൽ അല്ലെങ്കിൽ രണ്ട് തമ്മിൽ ഒരു ഹില്ലിന്റെ ഡിഫറൻസ് ഒക്കെ വരാണെങ്കിലാണ് നമ്മൾ സൈഫൺ ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഫൺ, ഇതാണ് സൈഫൺ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ടോപ്പിൽ വരുന്ന ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ സമ്മിറ്റ് എന്ന് പറയാം. സമ്മിറ്റ്. ഓക്കെ, എ സൈഫൺ ഓഫ് ഡയാമീറ്റർ 200 mm. ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 200 mm ആണ്. കണക്ട്സ് ടു റിസർവോയേഴ്സ് ഹാവിംഗ് ഡിഫറൻസ് ഇൻ എലവേഷൻസ് ഓഫ് 20 meter. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇൻ എലവേഷൻസ് എന്ന് പറയുന്നത് 20 meter ആണ്. ദ ലെങ്ത് ഓഫ് ദി സൈഫൺ ഇസ് 500 meter. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഫണിന്റെ ടോട്ടൽ ലെങ്ത് L ഇസ് ഈക്വൽ ടു 500 meter. Summit is 3 meter above the water level in the upper reservoir. ഓക്കെ, അപ്പോൾ ഈ ഒരു സമ്മിറ്റ് 3 meter above ആണ് ഈ വാട്ടർ ലെവലിനേക്കാളും. ടോപ്പ് റിസർവോയറിന്റെ വാട്ടർ ലെവലിനേക്കാളും 3 meter above ആണ് സമ്മിറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദി സൈഫൺ ഫ്രം അപ്പർ റിസർവോയർ ടു ദി സമ്മിറ്റ് ഇസ് 100 meter. ലെങ്ത് ഓഫ് ദി സൈഫൺ ഫ്രം അപ്പർ റിസർവോയർ ടു ദി സമ്മിറ്റ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 100 meter എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് 100 meter എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദി ഡിസ്ചാർജ് ത്രൂ ദി സൈഫൺ. ഇതിലൂടെയുള്ള ആ ഒരു ഡിസ്ചാർജ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. Q ഫൈൻഡ് ഔട്ട് ചെയ്യണം. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. F ഇസ് ഈക്വൽ ടു 0.005 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഫ്രിക്ഷൻ ഫാക്ടർ തന്നിട്ടുണ്ട്, നെഗ്ലക്ട് മൈനർ ലോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ HF ഇസ് ഈക്വൽ ടു 4F LV സ്ക്വയർ ബൈ 2GD. ഈ ഒരു ഇക്വേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് വിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ Q ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ദെൻ ഏരിയ ഇസ് ഈക്വൽ ടു, ഓക്കെ, അപ്പോൾ നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് A ഇസ് ഈക്വൽ ടു π/4 ഇൻറ്റു ഡി സ്ക്വയർ ചെയ്താൽ മതി. നമുക്ക് ഇതിലെ ഡയ 200 mm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഫിഗർ വരാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം HF ഇസ് ഈക്വൽ ടു 4F LV സ്ക്വയർ ബൈ 2G ഇൻറ്റു D. ഓക്കെ, അപ്പോൾ അതിൽ HFന്റെ വാല്യൂ വരുന്നത് HF ഇസ് ഈക്വൽ ടു, HF എന്ന് പറയുന്നത് രണ്ട് ലെവൽ തമ്മിലുള്ള ഈ ഒരു
ഈ ഒരു റിസർവോയർ ലെവലും ബോട്ടം റിസർവോയറും തമ്മിലുള്ള ആ ഒരു ലെവൽ ഡിഫറൻസ് ആണ് ഹെഡ് ലോസ്. ഓക്കെ, അപ്പോൾ ഇതിൽ 20 മീറ്റർ ആണ് HF വരുന്നത്. ഓക്കെ, ഇപ്പോൾ 20 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു F ഇസ് ഈക്വൽ ടു 0.005 ഇൻറ്റു ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 500 മീറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ 500 ഇൻറ്റു V സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു ഡയമീറ്റർ 200 mm ആണ്. സോ 0.2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് V സ്ക്വയർ ഈസ് ഈക്വൽ ടു V is equal to 2.80 meter per second എന്ന് വാല്യൂ വരും. ഓക്കെ, അപ്പോൾ V ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏരിയ ഇസ് ഈക്വൽ ടു π/4 ഇൻറ്റു ഡി സ്ക്വയറിൽ ഡയ എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, അപ്പോൾ 0.2 സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി 2.8. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാം 0.0879 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലിറ്റർ പെർ സെക്കൻഡിലേക്ക് ആകുമ്പോൾ 87.9 ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ആൻസർ വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം തരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് HF ഇസ് ഈക്വൽ ടു നെഗ്ലക്ട് മൈനർ ലോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന ലോസസ്, അതായത് ഫ്രിക്ഷൻ ലോസ് അല്ലാതെ എൻട്രൻസ് ലോസ് എക്സിറ്റ് ലോസ് അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആകെ ഫ്രിക്ഷണൽ ലോസ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ ടോട്ടൽ വരുന്ന ഫ്രിക്ഷൻ ലോസ് 4FLV സ്ക്വയർ ബൈ 2GD. അതിൽ HF ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഈ രണ്ട് റിസർവോയറും തമ്മിലുള്ള ഹെഡ് ലോസ് 20 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് 20ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, 20 ഈസ് ഈക്വൽ ടു 4FLV സ്ക്വയർ ബൈ 2GD ചെയ്യുമ്പോൾ വിയുടെ വാല്യൂ നമുക്ക് 2.80 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ദെൻ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ആൻഡ് വെലോസിറ്റി ചെയ്യാം. ഓക്കെ, നമുക്ക് അതിൽ ഡയ 0.2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജിന്റെ വാല്യൂ 87.9 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മേജർ ആൻഡ് മൈനർ ലോസസ് ഇൻ പൈപ്സ്. ലിസ്റ്റ് എനി 2 മൈനർ ലോസസ്. ഓക്കെ, അപ്പോൾ അതിൽ മേജർ ലോസസും മൈനർ ലോസസും. മേജർ ലോസസ് എന്ന് പറയുന്നതാണ് ഫ്രിക്ഷണൽ ലോസസ് ആണ് മെയിൻ ആയിട്ട്. അതായത് ഒരു പൈപ്പ് ഫ്ലോ എടുക്കുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ലോസസ് ഫ്രിക്ഷൻ കാരണമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മേജർ ലോസസ് എന്ന് പറയുന്നത്. When a fluid flows through a pipe, certain resistance is offered to the flowing fluid, which result in causing loss of energy or head. ഓക്കെ, മൈനർ ലോസസ് മേജർ ലോസസ് എന്ന് പറയുന്നത് അതായത് സർട്ടൈൻ റെസിസ്റ്റൻസ് ഈ ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിനെ ആക്ട് ചെയ്യും. ഓക്കെ, ആ ആക്ട് ചെയ്യുന്നത് കാരണം അതിനൊരു ലോസ് ഓഫ് എനർജി ഉണ്ടായിരിക്കും. ആ ഒരു ലോസ് ഓഫ് എനർജി ഉണ്ടാവും. അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ് മേജർ ലോസസും മൈനർ ലോസസും. ഓക്കെ, ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസസിനെയാണ് നമ്മൾ മേജർ ലോസസ് എന്ന് പറയുന്നത്. ദെൻ മൈനർ ലോസസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സഡൻ എൻലാർജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ദ മേജർ ലോസ് ഓഫ് എനർജി ഓർ ഹെഡ് ഈസ് കോസ്ഡ് ബൈ ദി ഫ്രിക്ഷൻ. ഇറ്റ് മേ ബി കമ്പ്യൂട്ടഡ് ബൈ Weisbach's equation indicated earlier. The loss of energy due to friction is classified as major loss. ഓക്കെ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ മേജർ ലോസ് എന്ന് പറയും. ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസസ് ആണ് മേജർ ലോസസ്. ബിക്കോസ് ഇൻ ദ കേസ് ഓഫ് ലോങ് പൈപ്പ് ലൈൻസ് ഇറ്റ് ഈസ് യൂഷ്വലി മച്ച് മോർ ദാൻ ദി ലോസ് ഓഫ് എനർജി ഇൻക്വയർഡ് ബൈ ദി അതർ കോസ്. അതായത് ലോങ് പൈപ്പ് ലൈൻസിന്റെ കേസ് എടുക്കുമ്പോൾ ഫ്രിക്ഷൻ കാരണമാണ് അതിൽ മേജർ ലോസസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ മേജർ ലോസ് എന്നുള്ളൊരു പേര് അതിന് വന്നത്. ഓക്കെ, അപ്പൊ അതിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് HF ഇസ് ഈക്വൽ ടു 4FLV സ്ക്വയർ ബൈ 2GD. ഓക്കെ, നെക്സ്റ്റ് മൈനർ ലോസസ് എന്ന് പറയുമ്പോൾ മൈനർ ലോസസ് ഓഫ് എനർജി ആർ ദോസ് വിച്ച് ആർ കോസ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ദി വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഓക്കെ, ആ ഒരു വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ വരുന്ന ആ ഒരു ചേഞ്ച് ആണ് മൈനർ ലോസസ്. ഇൻ കേസ് ഓഫ് ലോങ് പൈപ്പ് ലൈൻസ് ദീസ് ലോസസ് ആർ യൂഷ്വലി ക്വൈറ്റ് സ്മോൾ ആസ് കമ്പയർഡ് വിത്ത് ദി ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, ഇപ്പൊ ലോങ് പൈപ്പിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അവിടെ മെയിൻ ആയിട്ടുള്ള ലോസ് വരുന്നത് ഫ്രിക്ഷൻ ലോസ് കാരണമാണ്. ഓക്കെ, ഇനി മൈനർ ലോസസ് എന്ന് പറയുന്നത് ഓക്കെ, ഇനി ലോങ് പൈപ്പിന്റെ കേസിൽ നമ്മൾ മൈനർ ലോസസ് നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യാറ്. സ്മോൾ പൈപ്സിൽ വരുമ്പോൾ മൈനർ ലോസസ് ആണ് അതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. ഹൗവെവർ ഇൻ ഷോർട്ട് പൈപ്സ് ദീസ് ലോസസ് മേ സംടൈംസ് ഔട്ട്വേ ദി ഫ്രിക്ഷൻ ലോസ്. ഓക്കെ,
ഷോർട്ട് പൈപ്സിന്റെ കേസിൽ വരുമ്പോൾ ഇത് ഫ്രിക്ഷൻ ലോസിനേക്കാളും കൂടുതലായിട്ടായിരിക്കും. സം ഓഫ് ദി ലോസസ് ഓഫ് എനർജി വിച്ച് മേ ബി കോസ്ഡ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ആർ ഇൻഡിക്കേറ്റഡ്. ലോസ് ഓഫ് എനർജി ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്, പെട്ടെന്ന് എൻലാർജ്മെന്റ് വരുമ്പോൾ, അതായത് ഇങ്ങനെ ഒരു എൻലാർജ്മെന്റ് വരുമ്പോൾ ഒരു പൈപ്പ് ഫ്ലോ വന്നു, ഓക്കെ, സഡൻ ആയിട്ടുള്ള എൻലാർജ്മെന്റ് കാരണം, ദെൻ സഡൻ കോൺട്രാക്ഷൻ കാരണം, സഡൻ ആയിട്ടുള്ള ആ ഒരു കോൺട്രാക്ഷൻ കാരണം വരാം. ദെൻ ലോസ് ഓഫ് എനർജി അറ്റ് ദി എൻട്രൻസ് ടു ദി പൈപ്പ്, അതായത് രണ്ട് പൈപ്പ് കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ എൻട്രൻസിൽ വരുന്ന ആ ഒരു ലോസിന് അത് കാരണം മൈനർ ലോസസ് ഉണ്ടാവും. ദെൻ ലോസ് ഓഫ് എനർജി അറ്റ് ദി എക്സിറ്റ് ഫ്രം ദി പൈപ്പ്, ഒരു പൈപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ റിസർവോറിലേക്കോ എന്തിലേക്കെങ്കിലും എക്സിറ്റ് ചെയ്യുമ്പോൾ ഒരു ലോസ് വരും, അതിന് എക്സിറ്റ് ലോസ് എന്ന് പറയും. ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഗ്രാജുവൽ കോൺട്രാക്ഷൻ ഓർ എൻലാർജ്മെന്റ്. ഇത് സഡൻ എൻലാർജ്മെന്റ് ആയിരുന്നു, സഡൻ കോൺട്രാക്ഷൻ ആയിരുന്നു. ഇനി ഗ്രാജുവൽ കോൺട്രാക്ഷൻ ഓർ, അതായത് ഇപ്പോൾ ഗ്രാജുവൽ ആയിട്ട് അതിന്റെ ഡയ ഡിക്രീസ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് അതിന്റെ ഡയ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രാജുവൽ കോൺട്രാക്ഷൻ ഓർ എൻലാർജ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഇനി ലോസ് ഓഫ് എനർജി ഇൻ ബെൻഡ് കാരണം വരുന്ന ലോസ് ഓഫ് എനർജി, ദെൻ ലോസ് ഓഫ് എനർജി ഇൻ വേരിയസ് പൈപ്പ് ഫിറ്റിംഗ്സിൽ ലോസ് ഓഫ് എനർജീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മൈനർ ലോസസ്, സഡൻ എൻലാർജ്മെന്റ്, സഡൻ കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഗ്രാജുവൽ കോൺട്രാക്ഷനും ഗ്രാജുവൽ എൻലാർജ്മെന്റും കാരണം, then at the entrance of the pipe, then exit from the pipe, then bend form ചെയ്യുമ്പോൾ, then various pipe fittings. ഓക്കെ, ഇതൊക്കെയാണ് മൈനർ ലോസസ് ഉണ്ടാവാനുള്ള റീസൺസ്. ഓക്കെ, അപ്പൊ മേജർ ലോസസ് ഫ്രിക്ഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ മേജർ ലോസസ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ലോസ് കാരണമാണ്. ലോങ് പൈപ്സിലാണ് മേജർ ലോസസ് കാണുന്നത്. ഓക്കെ, മൈനർ ലോസസ് എന്ന് പറയുന്നത് ഷോർട്ട് പൈപ്സിൽ ഫ്രിക്ഷനേക്കാളും കൂടുതലായിരിക്കും മൈനർ ലോസസ്. ഓക്കെ, അപ്പൊ ആ മൈനർ ലോസസ് എന്ന് പറയുന്നതാണ് ഈ ഒരു 7 ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് മൈനർ ലോസസിന്റെ കാറ്റഗറിയിൽ പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മൊഡ്യൂൾ 4 എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു.